ജീവിതം എല്ലാവർക്കും മനോഹരമാവണമെന്നൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഒരു ഒരു സമയം. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു ചെറിയ സന്തോഷം, ചെറിയ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരിക്കും ആ ലഭിച്ച സന്തോഷം എന്ന് പറയുന്നത്. അതിന് കാരണം ഒന്നേ ഉള്ളൂ കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ നിമിഷം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. രണ്ടാമത്തെ, നമ്മുടെ ചുറ്റും അത്രയും നെഗറ്റീവ് എനർജിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. അപ്പം അതിന് അത്രമാത്രം വാല്യൂ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇതാണ് ലൈഫിൻ്റെ തമ്പ് റൂൾ എന്ന് പറയുന്നത്. ജീവിതം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ്, നമുക്കത് വേണം ഇത് വേണം എന്നൊക്കെ. നമുക്കുള്ളത് എന്താണോ അതിൽ സന്തോഷിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ. നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഓ എനിക്ക് അവനെ പോലെ ഒരു ബൈക്കൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അവളെ പോലെ ഒരു നല്ല ഡ്രസ്സില്ല, നല്ല മാലയില്ല, നല്ല വളകളില്ല, എനിക്ക് അവരെ പോലെ ഒരു വീടില്ല, എനിക്കൊരു കാറില്ല. ഇങ്ങനെ മറ്റുള്ളവരെ പോലെ എനിക്കില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. എന്തിനാണ് നമ്മൾ അവരെ പോലെ കമ്പയർ ചെയ്യുന്നത്, അവരെ പോലെ ആകണമെന്ന് വിചാരിക്കുന്നത്? നിങ്ങൾ നിങ്ങളല്ലേ. നിങ്ങൾക്ക് നന്നായി പുഞ്ചിരിക്കാൻ കഴിയും, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. അവർക്കത് കഴിയുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവർക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ക്വാളിറ്റി അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് മനുഷ്യ സഹജമാണ്. അതേപോലെ തന്നെയാണ് ഓരോ വസ്തുക്കളും. വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എന്തോ ആവട്ടെ, അത് മറ്റുള്ളവർക്കുണ്ട് എനിക്കില്ല എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരാജയം ഏറ്റുവാങ്ങാൻ തുടങ്ങുന്നു എന്നതിനുള്ള ഒരു ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. നമുക്കുള്ളത് എന്താണോ അതിൽ ഏറ്റവും മനോഹരമായി സന്തോഷിക്കുക. നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളൂ, നിങ്ങളെക്കാൾ ഇല്ലാത്തവർ ഒരുപാടുണ്ട് ഈ ലോകത്തിൽ. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഒരു വേവ് ലെങ്ത് എൻ്റെ ആയിട്ട് സിങ്കായി പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ 2 ദിവസം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാലോ ഒരു ഐഫോൺ മേടിച്ചു തരണം പറഞ്ഞാലോ ഒക്കെ സീനാണ് അവിടെ. പ്രശ്നങ്ങളാണ്, ഉപദേശങ്ങളാണ്. ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അവർക്ക് ഞാൻ ചിന്തിക്കുന്നിടത്ത് ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആരാണ്? അച്ഛനും അമ്മയുമാണോ അതോ ആ കുട്ടിയാണോ എന്നോർത്ത് എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് കേട്ടോ. കാരണം എൻ്റെ വീടെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഐഫോണോ ബൈക്കോ കാറോ വീടോ ജ്വല്ലറി ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് ചെറിയൊരു, അതായത് വളരെ തുച്ഛമായ ഒരു വിലയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും എൻ്റെ അച്ഛൻ്റെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും ചെറിയ ചെറിയ സേവിങ്സും ഒക്കെ നോക്കിയിട്ട് വേണം എനിക്കത് എടുക്കാൻ. പലപ്പോഴും എടുക്കാൻ പറ്റാതെയുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം രണ്ടും രണ്ട് സാഹചര്യത്തിൽ വളർന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പം ഞാൻ അതോർത്ത് എൻ്റെ വീട്ടിലും പോയി ഞാൻ ഇത് പറഞ്ഞാൽ അവിടെ തമാശയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. പലർക്കും പല രീതിയിലാണ് ജീവിതം. നിങ്ങൾ ഓർത്തോളൂ, എല്ലായ്പ്പോഴും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് മേളിലും താഴെയും ആൾക്കാരുണ്ട്. ഉള്ളവൻ ഒരുപാട് പേരുണ്ട്, ഇല്ലാത്തവരും ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ആഗ്രഹിക്കാം, എനിക്ക് നല്ലൊരു വീട് വയ്ക്കണം എന്നെനിക്ക് ആഗ്രഹിക്കാം, എനിക്ക് നല്ലൊരു കാറ് വാങ്ങിക്കണം എന്നെനിക്ക് ആഗ്രഹിക്കാം, എനിക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നല്ല ഭംഗിയിൽ ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കണം എന്നെനിക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് ഞാൻ മാത്രമാണ്. എൻ്റെ അച്ഛൻ്റെ പോക്കറ്റ് കണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സ് കണ്ടോ അല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്. എനിക്ക് എന്ത് നേടാൻ പറ്റും, എനിക്കതെങ്ങനെ എനിക്ക് ലഭിക്കും, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കാൻ തുടങ്ങുന്നത്. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം, പക്ഷേ അത് നമ്മളെ കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം. അച്ഛാ എനിക്ക് പൈസ വേണം, എനിക്കൊരു വീട് വെക്കാൻ എന്ന് പറയുന്നിടത്തല്ല. അച്ഛാ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ കാശ് വേണം എന്ന് പറയുന്നിടത്തല്ല. ആ ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്ക് എങ്ങനെ
ഏൺ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ വിജയിച്ചു തുടങ്ങുന്നു എന്നതാണ് ജീവിതം. ശരിയല്ലേ?